നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ 20 ക്വസ്റ്റ്യൻ ചാലഞ്ചിലോട്ട് സ്വാഗതം. നമ്മുടെ 20 ക്വസ്റ്റ്യൻ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങൾ, വളരെ കുറച്ച് നേരം കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ എന്നും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകളിൽ കയറാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ചോദ്യം: ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത് ഏതാണ്? ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത് അർപ്പാനെറ്റാണ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായി അറിയപ്പെടുന്നത്. കാലാവസ്ഥാ പ്രവചനം, തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നത് ഏതിനം കമ്പ്യൂട്ടറുകളാണ്? സൂപ്പർ കമ്പ്യൂട്ടർ. കാലാവസ്ഥാ പ്രവചനം, തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നത് ഏതിനം കമ്പ്യൂട്ടറുകളാണ്? സൂപ്പർ കമ്പ്യൂട്ടറുകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ ഡാർവിൻ എന്നറിയപ്പെട്ട ജീവശാസ്ത്രകാരൻ ആരാണ്? 20-ാം നൂറ്റാണ്ടിലെ ഡാർവിൻ എന്നറിയപ്പെട്ട ജീവശാസ്ത്രകാരൻ ഏണസ്റ്റ് മേയർ. DNA-യിൽ കാണപ്പെടുന്നതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിനാണ്. DNA-യിൽ കാണപ്പെടുന്നതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് തൈമിൻ. ബീജസംയോഗം നടക്കാത്ത അണ്ഡം വളർന്ന് ജീവിയായി പരിണമിക്കുന്ന അനിക്ഷേക ജനനത്തിന് ഉദാഹരണമായ ജീവികളേവ? തേനീച്ചകളാണ്. ബീജസംയോഗം നടക്കാതെ അണ്ഡം വളർന്ന് ജീവിയായി പരിണമിക്കുന്ന അനിക്ഷേക ജനനത്തിന് ഉദാഹരണമായ ജീവികളേവ? തേനീച്ച അഥവാ കടന്നൽ. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖയാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖയാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം N.A. പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖയാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖത്തിൽ മതേതര, അതായത് സെക്യുലർ, സോഷ്യലിസ്റ്റ്, അഖണ്ഡത, ഇൻ്റഗ്രിറ്റി മുതലായ വാക്കുകൾ കൂട്ടിച്ചേർത്തത് എന്നാണ്? ആമുഖത്തിൽ മതേതര, സോഷ്യലിസ്റ്റ്, അഖണ്ഡത മുതലായ വാക്കുകൾ കൂട്ടിച്ചേർത്തത് എന്നാണ്? 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ്. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇൻ്റഗ്രിറ്റി എന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഉത്തരം ഒരു തവണയാണ്. ഒറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 1974-ലെ 42-ാം ഭേദഗതിയാണ്. ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആമുഖത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആമുഖത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം നിയമസഭാ അംഗമായിരുന്നത് ആരാണ്? കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം നിയമസഭാ അംഗമായിരുന്നത് C. ഹരിദാസ്. മുന്തിരിക്കിണർ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണ്? മുന്തിരിക്കിണർ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് ആരാണ്? കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് P.S. വാര്യർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കേരളാംകുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഡൽഹി, ജയ്പൂർ, ആഗ്രയാണ്. സഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഡൽഹി, ജയ്പൂർ, ആഗ്ര എന്നീ സ്ഥലങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഏത് രാജവംശമാണ് ദിൽവാര ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചത്? ഉത്തരം ചാലൂക്യരാണ്. ചാലൂക്യ രാജാക്കന്മാരാണ് ദിൽവാര ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചത്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങൾ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യ, കേരളം, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന്, ഭരണഘടന തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ഈ സീരീസ് സ്ഥിരമായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.